ബഹുമാനപ്പെട്ട അപ്പെക്സിലെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അപ്പെക്സ് എക്സ്ചേഞ്ചിൻ്റെ P2P 99% ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ക്ലിയറാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടിലായിരുന്നു എല്ലാവരും. കാരണം അതാണ് പലർക്കും വിഡ്രോവലൊക്കെ പെൻഡിങ് ആയത്. അത് എല്ലാവരും സദയം ക്ഷമിക്കുക. ഇനി P2P ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ എക്സ്ചേഞ്ച് എടുത്തതിന് ശേഷം നമ്മുടെ വലയ സൈഡിൽ കാണുന്ന 3 ലൈൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. P2P എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ബൈ ആൻഡ് സെല്ല് കാണാം. അതിൽ USDT നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, സെൽ ഓർഡർ കൊടുക്കുക. മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൽ USDT എന്ന് കാണാൻ പറ്റും. ആ സെൽ USDTയിൽ അവർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 1000 to 45,000 INR. അത് ഈ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിന് മുകളിലോട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, സെൽ USDT കണ്ടല്ലോ. എനിക്കിവിടെ $25 ഞാൻ P2P ചെയ്യാണ്, കണ്ടല്ലോ. അപ്പോൾ താഴെ അതിൻ്റെ ഇന്ത്യൻ എമൗണ്ടൊക്കെ എഴുതി കാണിക്കും. ഇനി സെറ്റ് മൈ പേയ്മെൻറ്റ് മെത്തേഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കൃത്യമായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പേയ്മെൻറ്റ് മെത്തേഡ് ഞാൻ INR ആയി സെല്ല് കൊടുക്കുക. സെല്ല് കൊടുക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം എല്ലാം കൺഫേമാണ്, കണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിലൂടെ തന്നെ പറയുകയാണ്. ആദ്യം സെറ്റ് മൈ പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കുമ്പോൾ ഒരു കോളം കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ INR എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനതിൻ്റെ വീഡിയോ കൂടെ ഞാനത് ആഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാനൊന്നുമില്ല. INR ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ അക്കൗണ്ട് നമ്പറിൻ്റെ ഒരു കോളം കാണും. അതിൽ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ സ്ട്രക്കായി നിൽക്കുന്നത് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും താഴെ വലത് സൈഡിൽ ഒരു പച്ച കളറിൽ ആരോ കാണും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ IFSC കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. വീണ്ടും ആ ആരോയിൽ ഞെക്കുമ്പോൾ IFSC കോഡ് ആഡ് ചെയ്തതിന് ശേഷം, എല്ലാം വലിയ അക്ഷരത്തിൽ ചെയ്യണം കേട്ടോ, തെറ്റാതെ ചെയ്യണം. IFSC കോഡ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ മൊബൈലിൻ്റെ താഴെയുള്ള വലത് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പേര് ചോദിക്കും, തെറ്റാതെ ടൈപ്പ് ചെയ്യുക. വീണ്ടും ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് വരേണ്ടതെന്ന് ചോദിക്കും, തെറ്റാതെ നെയിമും ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ബാക്ക് ഇറങ്ങിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം മാത്രമേ കൺഫേം കൊടുത്താൽ വരികയുള്ളൂ. ഇപ്പോൾ കൺഫേം പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ആണ്, കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.